നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ നാരങ്ങ അച്ചാറാണ് കേട്ടോ. ചെറുനാരങ്ങ അച്ചാർ. വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. നമ്മൾ പുറത്തുനിന്ന് അച്ചാർ പൊടിയോ ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേഗം സമയം കളയാതെ ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ട് വരാം. ഈ ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 7 ചെറുനാരങ്ങയാണ് എടുക്കുന്നത്. ഈ ഒരു വലുപ്പം വരുന്ന ചെറുനാരങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിഞ്ഞ് നമ്മളെടുത്ത് വെച്ച ഈ ചെറുനാരങ്ങ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് തിളച്ച് വേണം. ഒരു 2 മിനിറ്റോളം ചെറുനാരങ്ങ ഒന്ന് വെള്ളത്തിൽ കിടന്ന് നമ്മൾ പറയില്ല വേവാന്നുള്ള അതുപോലെ ഒന്നായി വരണം. നമുക്ക് ചെറുനാരങ്ങ പാകത്തിനുള്ള വലുപ്പത്തിൽ നമുക്ക് കഷ്ണങ്ങളായിട്ട് എടുക്കാം. ചെറുനാരങ്ങ നല്ല ചെറുതായിട്ട് മുറിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് വലുപ്പത്തിൽ. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചാൽ മതി. ഞാനിതാ ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ നാരങ്ങ മുഴുവൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി. അത്രയും വലുപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ വെളുത്തുള്ളി വേണം. ഒരു 25ഓളം വെളുത്തുള്ളി ഉണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. വെളുത്തുള്ളി കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കുരുമുളക്. ഇത് നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. മിക്സിയിൽ ജാറിൽ വെച്ചിട്ടായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്കിങ്ങനെ കുത്തിയിട്ട് എടുക്കാം. ഇത് നമ്മൾ ശരിക്കും അച്ചാർ പൊടിക്ക് വേണ്ടി പകരം ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അച്ചാർ ഉണ്ടാക്കേണ്ട പാത്രത്തിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1.5-2 മിനിറ്റോളം നമുക്ക് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അതായത് നമുക്ക് ഇങ്ങനെ കളർ, ഇപ്പം വെളുത്തുള്ളിയിലൊക്കെ ആണെങ്കിൽ കളർ അങ്ങ് മൂത്ത് മാറൂലേ, അതൊന്നും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്നും കൂടി വാട്ടിയെടുക്കാം കേട്ടോ. ആ ചെറുനാരങ്ങയിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് ഇങ്ങനെ വരണം. ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകിൻ്റെ കൂടെ തന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഒന്ന് നോക്കിയിട്ട് എടുത്താൽ മതി. ഈ മുളക് പൊടിയുടെ ഒരു കളറാണ് ശരിക്കും അച്ചാറിന് വരുന്നത് കേട്ടോ. അപ്പം നമ്മളൊന്നും കൂടി നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത ഉടനെ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ഇങ്ങനെ ചിരകി വെക്കൂലേ, അത് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ അച്ചാറിന് ചെറിയൊരു മധുരം ഉണ്ടാവും. ചെറിയൊരു മധുരം, ആ എരിവുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു മധുരം ഉണ്ട്, അതിനാണ്. അപ്പോൾ ഈ ചൂടുള്ളതുകൊണ്ട് തന്നെ ശർക്കര നന്നായിട്ട് ഇതിൽ തന്നെ കിടന്നിട്ട് ഉരുകിക്കോളും. ഇനി ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോഴൊക്കെ സ്റ്റവ് ഓഫാണ് കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി നമ്മളിതിലേക്ക് പൊടിച്ചു വെച്ച ആ പൊടികളുണ്ടല്ലോ, അതായത് ജീരകവും ഉലുവയും കുരുമുളകും എല്ലാം ചേർത്തിട്ടില്ല, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വിനാഗിരി ഒഴിക്കുകയാണ്. അപ്പോൾ വിനാഗിരിയുടെ ഒരു അളവൊന്നും നമ്മൾ പറയുന്നില്ല, കാരണം ഈ വിനാഗിരിയാണ് നമുക്ക് ഈ അച്ചാറിന് എത്ര ചാറ് വേണം എന്നുള്ള ആ ഒരു കണക്ക്. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ചെറുനാരങ്ങ അച്ചാർ റെഡി ആയിട്ട് എത്ര പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിത് നല്ല കഴുകി വൃത്തിയാക്കി തുടച്ച ഒരു കുപ്പിയിലേക്ക് അങ്ങ് മാറ്റാം. അപ്പോൾ കുറേ കാലം നിൽക്കുകയും ചെയ്യും കേട്ടോ. നന്നായി വൃത്തിയായിട്ട് തന്നെ എടുക്കുന്ന സ്പൂണൊക്കെ നന്നായി തുടച്ചിട്ട് എടുക്കാം.
പിന്നെ ഇപ്പം നമ്മൾ ഈ ഒഴിച്ച ഒരു വിനാഗിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഒഴിക്കുക കേട്ടോ. അവസാനം നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു പാത്രത്തിൽ വിനാഗിരി ഒഴിച്ചിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ സദ്യയുടെ കൂടെയാണെങ്കിലും ബിരിയാണിയുടെ കൂടെയാണെങ്കിലും ഒക്കെ അടിപൊളി ഒരു ടേസ്റ്റാണ്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇതിന് അധികം പണിയൊന്നുമില്ല, എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസായിട്ട് അറിയിക്കുക. പിന്നെന്താ, വേറെ ഒന്നുമില്ല, പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.